ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് സാക്ഷാൽ കിരാതമൂർത്തിയുടെ ആരൂഢ സ്ഥാനമായ വയത്തൂർ കാളിയാർ ക്ഷേത്രത്തിലാണുള്ളത്. പഞ്ച ആരൂഢങ്ങളിൽ ഒന്നാമത്തതാണ് വയത്തൂർ കാളിയാർ ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. പയ്യാവൂരും കല്യാട്ടും കല്ലായി മേലൂര് എന്നീ അമ്പലങ്ങളാണ് മറ്റ് 4 ആരൂഢ സ്ഥാനം എന്ന് പറഞ്ഞു കേട്ട അറിവാണ്. ഇത് ഇരിട്ടി താലൂക്കിനടുത്ത് ഉളിക്കൽ പഞ്ചായത്തിൽ ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഉളിക്കലിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ അമ്പലത്തിലെത്താനുള്ള ദൂരം. അമ്പലത്തിൻ്റെ അടുത്ത് ശാന്തമായി ഒഴുകുന്ന ഒരു പുഴയൊക്കെ ഉണ്ട്. നമ്മൾ രാത്രി പോയതുകൊണ്ട് അതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെ നമ്മളെ ചെറുപ്പകാലത്തെല്ലാം ഇവിടെ പോയാലാണ് ആനേനെ കാണുക. ഇവിടെയും കൊട്ടിയൂർ ഉത്സവത്തിന് പോയാലാണ് നമ്മൾ ആനേനെ കാണുക. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത കാണുന്നത് കുടകന്മാരെയും കാണാൻ പറ്റുന്നുണ്ട് ഈ അമ്പലത്തിൽ. നമ്മളെ മലയാളികളെ പോലെ കുടകന്മാരും ഈ അമ്പലത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. കുടക് ദേശവാസികൾ ഇവിടെ വരുന്നതിൻ്റെ അറിവ് പറഞ്ഞു കേട്ടിട്ടുള്ളത്, കുടക് ദേശത്ത് പകർച്ചവ്യാധി കൊണ്ടും ദേശവാസികൾക്ക് മരണഭയവും കന്നുകാലികൾക്ക് രോഗവും എല്ലാം ഉണ്ടായിട്ട് അവർ ഈശ്വരനെയും കാവേരി അമ്മയെയും പ്രാർത്ഥിച്ചു. പിന്നെ അവിടെ കാലദോഷ പരിഹാരത്തിനായി സമൂഹ പ്രാർത്ഥന നടത്തിയപ്പോൾ കുടക് മുഖ്യസ്ഥനിൽ നിന്ന് ഒരു അരുളപ്പാടുണ്ടായി. കുടക് നാടിൻ്റെ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും എല്ലാം വേണ്ടിയിട്ട് ദേശവാസികളുടെ ആയുരാരോഗ്യത്തിനെല്ലാം കന്നുകാലി സമ്പത്തിനും പരിഹാരമായി ഈശ്വരനും ഈശ്വരിയും കാളിയാർ മലയിൽ നിന്ന് ഭൂതഗണങ്ങളോടും മറ്റു പരിപാലനങ്ങളോടും മലയാള ദേശത്ത് തപം ചെയ്യുന്ന അർജുനൻ്റെ അഹങ്കാരം തീർത്ത് ചൂതാസ്ത്രം നൽകി അനുഗ്രഹിക്കാൻ പോയപ്പോൾ തിരിച്ചു വരാതെ ഭക്ത അനുഗ്രഹത്തിനായി കുടക് അതിർത്തിയിലുള്ള വയത്തൂർ ചൈതന്യമായി കുടികൊള്ളുന്നു എന്ന് ുള്ള അറിവാണ്. പിന്നെ ഇവിടുത്തെ ഉത്സവത്തിന് വേണ്ടിയിട്ട് അവർ അങ്ങനെ അരിയും ഇതെല്ലാം ആയിട്ട് വരുന്നുണ്ട്. അത് അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിവേദ്യത്തിനും ഊട്ടിനുമായുള്ള അരി എത്തിച്ചാൽ കാലദോഷം മാറി കർഷക അഭിവൃദ്ധി ഉണ്ടാകും എന്നൊക്കെയാന്ന് തോന്നുന്നു അവരെ വിശ്വാസം. അറിയുന്ന കാര്യങ്ങൾ പറയുന്നേ ഉള്ളൂ. കൂടുതലായിട്ടുള്ള അറിവൊന്നും എനിക്കില്ല. കുറച്ച് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു. അപ്പം നമ്മൾ സന്ധ്യക്കാണ് പോയ സമയത്തുള്ള തായമ്പകയാണ്. അവിടെ തന്നെ അമ്പലത്തിന് പുറത്തായിട്ട് തായമ്പക ഘോഷയാത്ര. പിന്നെ നമ്മൾ ഇന്ന് ഇവിടെ താലപ്പൊലി ഘോഷയാത്രയുണ്ട് ഉണ്ട് അമ്പലത്തിലേക്ക്. അത് കാണാൻ പറ്റുമെന്നും പറഞ്ഞ് ഇതുവരെ കണ്ടിട്ടില്ല. അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ രാത്രി തന്നെ പോയത്. നമ്മൾക്ക് ഇന്ന് ഇടുന്ന വയത്തൂർ അമ്പലത്തിലേക്ക് നമ്മൾ ഇവിടെ മടത്തുനിന്ന് നെയ്യും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അതിലെൻ്റെ വെല്ലിച്ചനെല്ലാം അച്ഛൻ്റെ ഏട്ടനൊക്കെ പോയിട്ടുണ്ടായിന്. അവർ 9 ദിവസം മഠത്തിൽ നിന്ന് 10ാമത്തെ ദിവസം മഠത്തുനിന്ന് നെയ്യും എടുത്തിട്ടാണ് അവർ പോകുന്നത്. നടന്നിട്ട് പോയിട്ടാണ് ഇന്ന് നാളെ നെയ്യാമൃത് നാളെയാണ് നെയ്യാട്ടം. നെയ്യാട്ടി കഴിഞ്ഞതിന് ശേഷമാണ് അവർ ആടുന്ന് വരുള്ളൂ. അപ്പോൾ അവർ അങ്ങനെ പോയിട്ടുണ്ട്. ഇത്ര ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇങ്ങനെ കേട്ടറിവ്, ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചതല്ലേ. എനിക്ക് കൂടുതൽ അറിയൊന്നുമില്ല. നമ്മുടെ ചെറുപ്പകാലത്തെല്ലാം എന്നെ അച്ഛനും അമ്മയും നമ്മളെല്ലാം കൂടി വയത്തൂർ ഉത്സവം തുടങ്ങിയെന്നും പറഞ്ഞ് പോകും. നമുക്ക് കാണുന്നത് നമ്മളൊരു ആനേനെ കാണും. അവിടെ ഇങ്ങനെ കുറേ കളിപ്പാട്ടങ്ങളെല്ലാം വിൽക്കാൻ വെച്ചിട്ട് കാണും. പക്ഷേ വിൽക്കാൻ വെച്ചിട്ട് കാണുന്നല്ലാതെ നമുക്ക് വാങ്ങിത്തരാനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും അന്ന് അവർക്കില്ല. അപ്പം നമ്മൾ അത് എല്ലാം എന്താ പറയണ്ടേ, എല്ലാം കണ്ട് വരുത്തും. അങ്ങനെയല്ലേ പണ്ട് കാലത്തെല്ലാം നമ്മൾ അങ്ങനെയാണ്. പുറത്തെല്ലാം പോവുള്ളൂ ഇങ്ങനെയുള്ള ഉത്സവങ്ങൾക്കെല്ലാം. അമ്പലത്തിൽ ഇങ്ങനെ വയത്തൂർ എല്ലാ വർഷവും അച്ഛൻ മരിക്കുന്നത് വരെ നമ്മളെ വയത്തൂർ കൊണ്ടുപോക്കുന്നുണ്ട് അച്ഛൻ. അതെല്ലാം നല്ലൊരു ഓർമ്മയാണ്. ഇതാ കുടകന്മാർ അങ്ങനെ കൊണ്ടുവന്നാന്ന് തോന്നുന്നു കൊല കൊടുക്കുന്ന. ഈ കൊലയെടുത്തിട്ട് ഇങ്ങനെയുള്ള കൊലയെടുത്തിട്ട് വേണോ എന്ന് ചോദിച്ചിട്ട് നമുക്കെല്ലാം ആടുന്നെല്ലാം ഇരിഞ്ഞ് തന്നിനെ. പഴുത്ത പഴം നമുക്കെല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതെല്ലാം അവരങ്ങനെ കൊണ്ടുവന്നതായിരിക്കും. അവരങ്ങനെ കൊണ്ടുവന്ന ഭക്ഷണ സാധനം ഇങ്ങനെ എന്താ പറയണ്ടേ, ഇഷ്ടം പോലെ ഭക്ഷണമായാലും ഇവിടെ അന്നദാനമെല്ലാം ഉണ്ട്. അന്നദാനത്തിനെല്ലാം ഇഷ്ടം പോലെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇത് നല്ല തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. വൻ ജനാവലി തന്നെയായിരുന്നു.
കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇന്നലെ ഉത്സവത്തിൻ്റെ ഇതെല്ലാം കൂടിയും കാഴ്ചവരവിൻ്റെ എല്ലാത്തിനുള്ള തിരക്കാന്ന് തോന്നുന്നു. ഒരുപാട് പരിചയ മുഖങ്ങളെയും കാണാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ പരിചയ മുഖങ്ങളെ ലോഗ്യം ചെയ്യാൻ പറ്റുന്നവരെ അടുത്ത് പോയി ലോഗ്യം ചെയ്തിട്ടുണ്ട്, അല്ലാത്തവരെ ഒന്ന് തലയാട്ടി വിട്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാ ഊട്ടുപുരയിലെ തിരക്കാണിത്. ഊട്ടുപുരയിൽ നല്ല തിരക്കായിരുന്നു. അപ്പം നമുക്ക് അറിയുന്ന ആളുള്ളത് കൊണ്ട് കുറച്ച് നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റി. അത് കഴിഞ്ഞ് നമ്മൾ ഉളിക്കൽ ടൗണിലേക്ക് വന്നിട്ടാണ് ഉള്ളത് ഘോഷയാത്ര കാണാൻ വേണ്ടി. ഉളിക്കൽ ടൗണിൽ നിന്നാണ് നമ്മൾ ഘോഷയാത്ര കാണുന്നത്. എന്താ ഘോഷയാത്ര തുടങ്ങി, മുന്നിൽ പോലീസ് വണ്ടിയും കാര്യമെല്ലാം ആയിട്ട് ഇതാ ബാക്കിലാണ് ഘോഷയാത്ര. ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്നാ പറയണ്ടേ, പല നാടുകളിൽ നിന്നായിട്ട് ആളെത്തിയിട്ട് ഉള്ള ടെറസിൻ്റെ മേലെയും പിന്നെ എവിടെയെല്ലാം നിൽക്കാൻ പറ്റുമോ അവിടെയൊക്കെ ആൾ നിന്നിട്ടുണ്ട്. ചെറിയ കുഞ്ഞുങ്ങളെല്ലാം എടുത്തിട്ട് ടെറസിൻ്റെ ഓരോ കടേൻ്റെ മേലെയെല്ലാം പോയി നിന്നിട്ടാണ് ആൾക്കാർ ഇത് കാണുന്നത്. ശരിക്കും എന്നാ പറയണ്ടേ, പിന്നെ ഓരോരുത്തരെ ആയൊരു എന്താ പറയണ്ടേ ഒരു ആകാംക്ഷ കാണുമ്പോൾ തന്നെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നതാണ്. അപ്പം നമുക്കും ഇതെന്നാന്നുള്ളതാ പിന്നെ ആകാംക്ഷയിലായി. പിന്നെ സ്കൈ ഷൂട്ടെല്ലാം ഉണ്ട് പൊട്ടുന്നേ. ഇതെല്ലാം പൊട്ടുമ്പോൾ മേലെ നിൽക്കുന്നവരെയാണ് ഞാൻ വിചാരിക്കുക, മേലെ കുഞ്ഞു മക്കളെയും കൊണ്ടെല്ലാം ഉണ്ട് മേലെ കയറി ഇരുന്നിട്ട് ആൾക്കാർ. പിന്നെ ഇത് കണ്ട, ഇത് അടുത്ത കളരീൻ്റെ അവരതാണ് കളരി. പിന്നെ ഈ കളരീൻ്റെ ഇതിൽ നമ്മുടെ സരിതയുണ്ട്, പ്രേമാട്ടിൻ്റെ ഇളയമേൻ്റെ മോളാണ് സരിത, എൻ്റെ ക്ലാസ്മേറ്റും കൂടിയാണ്. അവളുണ്ട്, അവൾ കുറേ വർഷമായിട്ട് അവിടെ കളരിക്ക് പോകുന്നതാണ്. അവളെ കാണിച്ചു തരാം. പിന്നെ ചെറിയ മക്കളെല്ലാം ഇത് ചെയ്യുമ്പോൾ ശരിക്കും അത്ഭുതം തന്നെയാണ് നമുക്ക്. എന്താ പറയണ്ടേ, അവരെ ശരിക്കായൊരു അവരെ കളരി അഭ്യാസത്തിൻ്റെ ഭാഗമായി തന്നെ അവർ ചെയ്യുന്നതാണ്. ശരിക്കും കണ്ട് നിന്ന് പോകും. പിന്നെ ശരിക്കും ഇത് എറിഞ്ഞ് കൈമാറുന്നതും എല്ലാം എന്താ പറയണ്ടേ, നമ്മൾ ശരിക്കും മുന്നിൽ നിന്നിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റിയേ. ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് പേടിയാകുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് കാണുന്നതായതുകൊണ്ടുള്ള പേടി. ഇതായൊരു കുഞ്ഞു മക്കളെല്ലാം ഇങ്ങനെ എടുത്തിട്ടെല്ലാം പോകുന്ന കാണുമ്പോൾ. പിന്നെ എന്നാ പറയണ്ടേ ജനങ്ങളെ കൊണ്ടാന്ന്. ജനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല നാട്ടിൽ, ഞാൻ പറഞ്ഞില്ല പല നാട്ടിൽ പല എന്താ പറയണ്ടേ ജാതി മതഭേദമന്യേ ആളുണ്ടായിന്. ക്രിസ്ത്യനോ മുസ്ലിമോ എന്നില്ല, എല്ലാ മതസ്ഥരും ആ കാഴ്ച കാണാൻ വേണ്ടി വന്ന് നിന്നിട്ടുണ്ട്. എല്ലാവരെയും കണ്ട് ഞാൻ പറഞ്ഞു, ഇപ്പോൾ അമ്പലത്തിലാന്ന് വെച്ചിട്ട് അവർ പിന്നെ മുസ്ലിംസോ അല്ലെ ഹിന്ദുക്കൾ ക്രിസ്ത്യൻസോ മാറി നിൽക്കുന്നൊന്നുമില്ല. എല്ലാവരും ഈ കാഴ്ച കാണാൻ വേണ്ടി വന്ന് നിന്നിട്ടുണ്ട്. താലപ്പൊലി ഘോഷയാത്ര ശരിക്ക് കാണാൻ പറ്റാത്തവരിലുണ്ടെങ്കിൽ ഒന്ന് കാണുക തന്നെ ചെയ്യണം. കാരണം ഭയങ്കര മിസ്സിങ് ആയിരിക്കും. ഇത് കണ്ടില്ലെങ്കിൽ ഭയങ്കര മിസ്സിങ് തന്നെയായിരിക്കും. പിന്നെ ഇപ്പോൾ കുറവാണെന്നാണ് പറഞ്ഞത്. ഇന്നലെയെല്ലാം പറഞ്ഞ് അവിടുന്ന് ഇന്ന് കുറവാണെന്നല്ലോ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് കുറവാണെന്നല്ലോ എന്ന് പറയുമ്പോൾ തന്നെ എന്താ പറയണ്ടേ, ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇങ്ങനെയൊരു പിന്നെ താലപ്പൊലി ഘോഷയാത്ര. പിന്നെ ഇതന്നെ നല്ലോണം ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം കുറേ മലയാളി മങ്കമാർ, പിന്നെ ഇത് കൊട്ടുന്നവർ, പിന്നെ ഓരോരോ ഐറ്റമായിട്ട് ഇങ്ങനെ ഓരോന്ന് വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ മറ്റേ എന്നാ പറയണ്ടേ വാദ്യമേളം, അങ്ങനെ ഓരോരുത്തർ ഓരോരോ ഘട്ടമായിട്ടാണ് വരുന്നത്. നമ്മൾ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ഇനി എന്നാന്നുള്ള ആകാംക്ഷയിൽ നമ്മളിങ്ങനെ നിൽക്കലാന്ന്. ഇനി അടുത്തത് എന്താ നമ്മൾ കാണാൻ പോകുന്നത് എന്നുള്ള ഇതിൽ ഇങ്ങനെ നിൽക്കുന്നു. ഇതാണ് സരിതയെ. സരിത ഇപ്പോൾ കാണിച്ചു തരാം. സരിത അതാ ഇതാണ് സരിത, ഈ ചെയ്യുന്നതാണ് സരിത. പിന്നീടല്ലോ പിന്നെ ഞാൻ ചെയ്ത വീഡിയോസെല്ലാം എല്ലാവരും കാണണേ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. പിന്നെ നമ്മളെല്ലാവരും പോയിനെ, ഏട്ടനും അമ്മയും എല്ലാം. നമ്മളെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം തിരക്കും തിക്കും അതിന് നടുക്ക് കുട്ടികളെ നോക്കൽ, പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസെല്ലാം കാണുമ്പോൾ അതെല്ലാം എടുത്തു എന്നല്ലാതെ നമ്മളെ വീഡിയോ കാര്യമൊന്നും എടുത്തിട്ടില്ല. പിന്നെ ബാക്കിയുള്ള എല്ലാ വീഡിയോ പിന്നെ പിറകെ വരുന്നതായിരിക്കും. പിന്നെ ഇത് മാത്രമല്ല, ഈ തീയിൻ്റെത് മാത്രമല്ല, മറ്റുള്ള ഒരുപാട് വീഡിയോ ഉണ്ട്. അതെല്ലാം ഇനിയും വരുന്നതായിരിക്കും. ഘോഷയാത്ര കാണാനുള്ള ആകാംക്ഷയിൽ നമ്മൾ എന്താ പറയണ്ടേ, നമ്മളൊരു ഫോട്ടോ എടുക്കാനോ പിന്നെ അല്ലെങ്കിൽ നമ്മളൊന്ന് പറയണ്ടേ ഒന്നിനും നമുക്കൊന്ന് പറഞ്ഞ ഒരു പിന്നെ ഇതില്ലായിരുന്നു. ഘോഷയാത്ര കാണാൻ വന്ന് നിൽക്കുക, ഘോഷയാത്ര കാണാം. ഇതിപ്പോൾ കണ്ടേ കൈമാറുന്നുണ്ട്. ഈ കുട്ടി മറ്റൊരു കുട്ടിയിലേക്ക് എറിഞ്ഞു കൊടുത്ത് കൈമാറുന്നു. ഇങ്ങനെയെല്ലാം ചെയ്യുന്ന കാണുമ്പോൾ ശരിക്കും അത്ഭുതം തന്നെ തോന്നുന്നേ. പിന്നെ എടുത്തെറിയെല്ലാം ചെയ്യുമ്പോൾ
നമ്മൾ മുന്നിൽ നിന്നിട്ട് നമ്മൾ വിചാരിച്ച് നമ്മളെ മേത്തേക്ക് ഇത് വീണ്, പക്ഷേ അവർക്ക് അതിൻ്റെ ഒരു എന്താ പറയണ്ടേ ഒരു അഭ്യാസമുറ ഉള്ളത് കൊണ്ട് അവർ തന്നെ അത് അടുത്തവർ എല്ലാം ക്യാച്ച് ചെയ്ത് വാങ്ങുകയെല്ലാം ചെയ്യുമ്പോൾ ശരിക്കൊരു അത്ഭുതം തന്നെ ഇതെല്ലാം കാണാൻ. പിന്നെ ഇനി ഇവിടെ അടുത്തൊരു പള്ളിപ്പെരുന്നാളും കൂടി നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടെ. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടിയുള്ള തിരക്കാന്ന് തോന്നുന്നത്. മൊത്തത്തിലൊരു തിരക്ക് തന്നെയായിരുന്നു. പിന്നെ ഇതാ നെറ്റിപ്പാട്ടെല്ലാം കെട്ടിയിട്ട് ആന വരുന്നുണ്ട്. ആന ഘോഷയാത്രയിലേക്ക് കടന്നു വരുന്നത്. പിന്നെ എന്നാ ബാൻഡ് മേളം, അങ്ങനെ ഓരോരോ എന്നാ പറയണ്ടത് ഓരോ തരത്തിൽ, ഞാൻ പറഞ്ഞില്ല ഓരോ തരത്തിലായിട്ടാണ് വരുന്നത്. പിന്നെ ഇതാരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു പോണേ. എല്ലാം മൊത്തത്തിലുള്ളത് ഞാൻ ഇനി ഇടുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഘോഷയാത്രയുടെ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണുക മൊത്തത്തിൽ. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക. ഓക്കെ.